ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ റെഡി ആയിട്ട് താഴെ പോകാൻ നിൽക്കുകയാണ്. 6:30 ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. നമ്മൾ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഇപ്പം റെഡിയായി. ഇനിയിപ്പം 9 മണിക്ക് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വരും. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ കോറൽ ഐലൻഡിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പം അതുകൊണ്ടാണ് 9 മണിക്ക് തന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി അവർ വരും. Breakfast. On video one, I can post it. Oh. Thank you. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് പട്ടായയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോറൽ ഐലൻഡാണ്. അങ്ങനെ പോകുമ്പോൾ എൻ്റെ ഫോൺ എനിക്ക് എടുക്കാൻ വേണ്ടി മറന്നു. അപ്പം ഞാൻ ആദ്യ റൂമിലോട്ട് പോയി ഫോൺ എടുത്ത് വരുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇവിടെ നമ്മൾ സ്റ്റേ ഉണ്ടായത് പട്ടായ ഗോൾഡൻ സീ ഹോട്ടലിലാണ്. നമ്മൾ തായ്ലൻഡ് എത്തിയതിന് ശേഷം ഫസ്റ്റ് പോയത് ടൈഗർ ടോപ്പിയ, പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അവിടെ എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്രത്തോളം ഞാനും ആബിയും എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹോട്ടലിലോട്ട് പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അതായത് നമ്മളെ പുറത്തേക്ക് വിളിക്കാനും അന്നേരം നമുക്ക് വൈഫൈ കിട്ടുന്നത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. അങ്ങനെ വീട്ടിലോട്ടെല്ലാം ഫോണൊക്കെ വിളിച്ച് എല്ലാവരെയും കണ്ട് സംസാരിച്ച ശേഷം നമ്മൾ ഒരു 5:30 ആകുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് വാക്കിംഗ് സ്ട്രീറ്റിലോട്ടും പിന്നെ തായ് മസാജൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾ എൻ്റെ മുമ്പത്തെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്തും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം എന്ന്. പിന്നെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് സിം എടുക്കണമെങ്കിൽ അതും എടുക്കാം. പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ പാക്കേജിലാണല്ലോ വന്നത്. പാക്കേജ് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഗ്രൂപ്പായിട്ടൊന്നുമല്ല. അപ്പം നമ്മൾ എന്തായാലും റൂമിലെത്തിയാൽ നമുക്ക് വൈഫൈ ഉണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ എന്തായാലും യൂസ് ചെയ്യില്ല, നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിം എടുക്കാത്തത്. ഇതാണ് കേട്ടോ നമ്മൾ രാവിലെ കഴിച്ചത്. കുറച്ച് ചോറ്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു എന്തോന്നൊരു സാധനം, അതിനൊന്നും നമുക്ക് പേരറിയില്ല ആക്ച്വലി. പിന്നെ സാമ്പാർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊരു റോൾ ഉണ്ടായിരുന്നു. പിന്നെ വത്തക്ക, പൈനാപ്പിൾ, പിന്നെ കക്കിരി, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഞാൻ കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയേനെ, അതും. പിന്നെ കോഫി, ജ്യൂസ്, പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. കാരണം വെറുതെ വേസ്റ്റ് ആവും, നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞ്. അതിന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ നടക്കുകയായിരുന്നു. നമ്മളെ വണ്ടി കയറാൻ പോയെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടോന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ആ ടൈമിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും.
കോറൽ ഐലൻഡിൽ എത്തി. എന്നിട്ടാണ് നമ്മളതാ കയ്യിൽ ഇങ്ങനത്തെ ഒരു നമ്പർ അവരെ എഴുതി തന്നു. അതവർക്ക് അവരുടെ ബോട്ട് നമ്പറാണെന്ന് തോന്നുന്നു. അറിയില്ല എന്താ സംഭവം എന്ന്. ഇവിടെ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ പോലെ എനിക്കറിയില്ല. ഭയങ്കര നല്ല സൗണ്ടാണ്. ഇതാണ് കോറൽ ഐലൻഡ്. ഇവിടെ കണ്ടോ കുറേ ആൾക്കാരുണ്ട്. കോറൽ ഐലൻഡിൽ പറഞ്ഞാൽ ഭയങ്കര ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. കാണിച്ചത് പട്ടായ സിറ്റി. Boat maximum around 25 or 26. Now 2 boats ready. Okay, we start now. First, we make line and cross from here to that side. We move to this side. That side we click photo. This photo. അങ്ങനെ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഇതാ ലൈന് നിൽക്കുകയാണ്. എല്ലാവരും മെല്ലെ മെല്ലെ പോകുന്നുണ്ട്. എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇവരെ കൂടെ ഇങ്ങനെ ബാക്കിൽ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടീം. അവർ ഓരോരോ ആൾക്കാരെ ഫോട്ടോ എടുക്കുകയാണ് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മിസ്സായാൽ അവർക്ക് നമ്മളെ മനസ്സിലാവണതിൻ്റെ ഒരു വഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തെല്ലോ ഇൻസ്ട്രക്ഷൻ അയാൾ പറഞ്ഞു തന്നിന്. അതെല്ലാം പാലിച്ചിട്ടായിരിക്കും നമ്മിപ്പം പോലെ. ഇവിടെ നിങ്ങിപ്പോൾ നോക്കുന്നത് പോലെ ഞാനിങ്ങനെ നോക്കിയാണ് ഓരോന്ന്. ഇതെന്താണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് മേലെയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. കോറൽ ഐലൻഡാണെന്ന് മാത്രമേ എനിക്കറിയൂ. വേറൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ഫോണിലൊക്കെ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. വെയിലാണെങ്കിലും നല്ല കാറ്റ്, ഒരു തണുത്ത കാറ്റ് തന്നെയാണ് ഉള്ളത്. ഇറ്റ്സ് വെരി വെരി നൈസ്. അങ്ങനെ നമ്മൾ കേറിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബോട്ട് വിട്ടു. നല്ല രസമുണ്ട്. എല്ലാവരും നമ്മളുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഫോണെല്ലാം പിടിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. ഇവിടെ പോയി ഇരിക്കാനാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ബോട്ടിൽ വരുമ്പോഴേക്ക് നല്ല രസമുണ്ടായിട്ട് എല്ലാവരും നല്ലൊരു കമ്പനി ആയിട്ട് നല്ല പങ്കുണ്ട്. 2 members. 2-3 minutes. I need your attention, okay? Please. നമ്മളിപ്പം പാരാച്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അതിനുള്ള ടിക്കറ്റ് അങ്ങനെ ആദ്യം പാരാച്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. അവളെന്തോ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ 1 by 1 നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളെ ബാഗും കാര്യങ്ങളും ഒരാൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താവോ എന്തോ
ഏടോ പോയിട്ടുണ്ട്, കാണുന്നില്ല. അതാ ഇവിടെ വന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അവിടെ ഇവിടെ വന്നേന് അതിലേ വന്നേരിക്കൂട്ടാ, അത് ഈ വഴിയേ വന്നേരിക്കും. എന്നെ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇതിലേ പോയോണ്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. പറന്ന് ആഘോഷിക്കാൻ ആബി. സെക്കൻഡ് റൗണ്ടാന്ന് തോന്നുന്നു. അപ്പം ഒരു പക്ഷിനെ പോലെ ആബി പറക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ പക്ഷിനെ പോലെ പറന്ന് തായ്ക്കും. അങ്ങനെ ഞാൻ നെക്സ്റ്റ് പറക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നു. ഞാനിത് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ ചെയ്യുന്നത്, ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് മാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് എന്നാലും നല്ല പേടിയുണ്ടായി. ആബി ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് തന്നെ. അപ്പം ഞാനങ്ങനെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ആളെത്തുമ്പോൾ ഒരു ടെൻഷൻ പോലെ. എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവരെന്നെ എന്തെല്ലോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിന്. അന്നേരം ഞാൻ കുറച്ച് കൂളായി. പിന്നെ അവർ ഫസ്റ്റ് തന്നെ കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പം നമ്മളോടൊന്ന് പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോറൽ ഐലൻഡ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം, അതായത് ഈ വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ടൊരു ബീച്ചിൽ പോകുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. കുറച്ചൊരു ഡിഫറെൻ്റ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതന്നെ കിട്ടുന്ന അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിലുള്ള എല്ലാ വാട്ടർ സ്പോർട്ടും നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഈ വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ എന്തായാലും പറ്റൂലല്ലോ. ഇപ്പോൾ ഞാനും അബി ഒരുമിച്ചാന്ന് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഫോൺ ആരാ നോക്കില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ബാഗിൽ വെച്ച് അതൊരു സ്ഥലത്ത് വെക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഏതിലൊക്കെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ അടിച്ചു പൊളിച്ചിന്. കോറൽ ഐലൻഡിൽ നമ്മൾ നല്ലോണം എന്താ പറയണ്ടേ, അത്രയ്ക്ക് നമുക്ക് നല്ല രസമുണ്ടായിന്. എല്ലാം ഇങ്ങനെ ചെയ്തത് നമുക്ക് ഓരോന്ന് പുതിയൊരു അനുഭവമാണല്ലോ. അപ്പം അതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിന് ആ ഡേ തന്നെ. ഇപ്പം നമ്മളെ രണ്ടാമത്തെ ഡേ, 2 ഡേ നമുക്ക് ഒരു ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ടൈം പോയത് അറിഞ്ഞിട്ടില്ല, നമുക്കില്ലേ വിശപ്പില്ല, ക്ഷീണമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ ഇത് അബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വിശപ്പില്ല, ക്ഷീണമില്ല. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും നമുക്കൊരു ടൈം ആകുമ്പോൾ ഒരു ഇതുണ്ടാവൂലേ, അതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ക്ഷീണം എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടായിട്ടില്ല. നമ്മൾ പാരച്യൂട്ട് കഴിഞ്ഞിപ്പം അണ്ടർ വാട്ടറിലോട്ട് പോകാൻ വേണ്ടിയിട്ടാ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ബോട്ട് വന്നിട്ടുണ്ട്. ഇത് ഓരോന്ന് ചെയ്യുന്നത് ഓരോ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ടാമത് ഇപ്പം അണ്ടർ വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനുള്ള മുമ്പുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അണ്ടർ വാട്ടർ ചെയ്തിട്ട് നമ്മളിപ്പം കയറിയത് ഇതിൽ ഫുൾ അനിറ്റായത്. ഇപ്പം ഇങ്ങനെ വറക്കുന്നുണ്ട് തണുത്തിട്ട്, വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അണ്ടർ വാട്ടർ കഴിഞ്ഞിട്ട് കഴിക്കെന്തോന്ന് അവര് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബനാന റൈഡിങ്ങും പിന്നെ മറ്റേന്റെ പേരെന്താണ് ആ ഒരു സംഭവം കൂടി കഴിഞ്ഞതാ. നമ്മ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്ന് ചെയ്ത 2 റൈഡിൻ്റെയും വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടില്ല, അതുപോലെ ഫോട്ടോസും കിട്ടിയിട്ടില്ല. കാരണം നമ്മളെ ഫോൺ നമ്മൾ എടുത്ത് വെച്ചിട്ടല്ല ഉണ്ടായത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ബനാന റൈഡാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമായത്. മറ്റേതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ചെയ്യുന്നല്ലേ, ബനാന റൈഡ് നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോറൽ ഐലൻഡ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ട് പോവുകയാണ്.
ഒരു ഹോട്ടലിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കിട്ടിയത്. എനിക്ക് അവിടുത്തെ റൊട്ടിയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അപ്പോഴും ഞാൻ ഏടെ അതുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അതെടുക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ കുറച്ച് സമയം ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ ഹോട്ടലിലോട്ട് പോയത് തന്നെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ പറയാം. അതുപോലെ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.